ഹുരിക്കെയിൻ ഇത് അമേരിക്കയിലെ ഇത് ഇപ്പം ഹുരിക്കെയിൻ സീസൺ ആണ്. അതായത് ജൂൺ 1 മുതൽ നവംബർ 30 വരെ ഹുരിക്കെയിൻ ഒരു ഏകദേശം 6 മാസം ഹുരിക്കെയിൻ സീസൺ ആണ്. എന്നാൽ ഇത്തവണത്തെ ഹുരിക്കെയിന് അത്രയും പ്രത്യേകതയുണ്ട്. ഇന്നലെ മുതൽ മിനിങ്ങാന്ന് മുതൽ ഒരു ട്രോപ്പിക്കൽ സ്റ്റോം ആയി വന്നത്. ആ ട്രോപ്പിക്കൽ സ്റ്റോം ഇന്നലെ അതൊരു ഹുരിക്കെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഏകദേശം 140 മൈൽ അതിന് സ്ട്രെങ്ത് നേടുകയും ഫ്ലോറിഡ തീരത്ത് അത് ആഞ്ഞടിക്കുകയുമാണ് ഉണ്ടായത്. ഫ്ലോറിഡയിൽ നിന്ന് അത് ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് അടുത്ത സ്റ്റേറ്റായ ജോർജിയയിലേക്കും പിന്നെ ടെന്നസിയിലേക്കുമാണ് അത് നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള അസസ്മെന്റ് അനുസരിച്ച് കാറ്റ് ഇത്രയധികം ശക്തമാണെങ്കിലും പേമാരി മഴ ഒത്തിരിയധികം ശക്തമായിരുന്നുവെങ്കിലും ഏകദേശം 15-20 അടിക്ക് മേളിലാണ് സമുദ്രനിരപ്പിലുള്ള ജലം പൊങ്ങി വന്നത്, ഇൻലാൻഡിലേക്ക് ഇരച്ചു കയറിയത്. എന്നാലും അപകടം ഒത്തിരി ഇല്ല എന്നുള്ള അസസ്മെന്റ് ആയിരുന്നു. എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സ്ഥിതിഗതി മാറി. 5 എന്നുള്ള മരണസംഖ്യ എന്നുള്ളത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പം ഇവിടെ വൈകുന്നേരം ശനിയാഴ്ച 9:30-10 മണിയാണ് ഈ സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 45 പേര് മരിക്കുകയും ഏകദേശം ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അവിടുത്തെ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഫ്ലോറിഡയിലേക്കാളും കൂടുതൽ ഇപ്പം എനിക്ക് തോന്നുന്നു ആ കാറ്റ് മിന്നേക്ക് വന്നപ്പോഴത്തേക്കും ട്രോപ്പിക്കൽ 4 തന്നെ ആ ഒരു ജോർജിയയിലും ടെന്നസിയിലും ഒക്കെ സസ്റ്റെയിൻ ചെയ്തു ആ സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ ടെന്നസിയിൽ വലിയൊരു അപായമാണ് ഉണ്ടായിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ അവിടെയും മരണപ്പെട്ടിട്ടുണ്ട്. ടെന്നസി ഓർക്കണം, കടലിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് അല്ല, ഒരു 2 സ്റ്റേറ്റ് കഴിഞ്ഞാണ്. എങ്കിൽ പോലും ഇൻലാൻഡിലേക്ക് വന്നപ്പം ആ കാറ്റിന്റെ ഒരു സ്ട്രെങ്ത് സാധാരണ കുറഞ്ഞ് വീക്കായി അത് ട്രോപ്പിക്കൽ സ്റ്റോമായിട്ട് കൺവേർട്ട് ആയി പോകേണ്ടതായിരുന്നു. എന്നാൽ അതിന് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നത് കണ്ട് ടെന്നസിയിൽ ഒത്തിരി അധികം നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയുണ്ടായി. ഈ ഒരു 45 മരണം നടന്ന് ഫ്ലോറിഡയിലും ജോർജിയയിലും ടെന്നസിയിലും കുറച്ചിടത്തുകൾ നോർത്ത് കരോളിനയിലുമാണ്. അങ്ങനെ കമ്പൈൻഡ് ആണ് 45ഓളം അധികം ആൾക്കാർ മരണപ്പെടാനുള്ള ഇടയായിട്ടത്. നമുക്ക് ഓർക്കാം, അമേരിക്കയിൽ ഇതിനു മുമ്പ് ഇതിനേക്കാളും വലിയ ഹുരിക്കെയിൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കത്രീന, റീത്ത, വിൽമ ഇങ്ങനെയുള്ള ഹുരിക്കെയിൻ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളൊക്കെ അതൊക്കെ ഒരു കാറ്റഗറി 5 ആയിരുന്നു, വിച്ച് മീൻസ് 160 മൈൽസിന് മേളിലുള്ള ഒരു അത്രയും തീവ്രമായ ഒരു കാറ്റും പേമാരിയുമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇത് ഏകദേശം അതിന്റെ അടുത്ത് വന്ന് 140 മൈൽ സ്ട്രെങ്ത് വരെ വന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. ഏതായാലും ഇതൊരു വളരെയധികം ദുഃഖകരമായ ഒരു ദിവസമാണ് ഇന്ന് അമേരിക്കയിൽ. ഫ്ലോറിഡയിലും ജോർജിയയിലും ഒക്കെ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലോറിഡ എന്ന് പറയുമ്പോൾ മൊത്തം ഫ്ലോറിഡയിലല്ല, ഏകദേശം ടാംപായുടെ അടുത്തുള്ള ഒരു ജാക്സൺ വില്ല ആ ഏരിയയിലൂടെയാണ് ഇത് ഇൻലാൻഡിലേക്ക് കടന്നിരിക്കുന്നത്. പ്രവാസി മലയാളികൾ ആരെങ്കിലും അപായപ്പെട്ടതായിട്ടുള്ള വിവരം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ വളരെയധികം പേർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുവാനുള്ളത്. ഓരോ തവണയും ഓരോ ഹരിക്കെയിനും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തവണത്തെ ഹരിക്കെയിൻ അത് ഹെലൈൻ എന്നാണ് അതിന്റെ പേര് അറിയപ്പെടുന്നത്. അത് മിനിങ്ങാന്ന്, അതായത് ബുധനാഴ്ചയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തത്. ഇത് ഹുരിക്കെയിൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ന്യൂ മെക്സിക്കൻ ഗൾഫ് ആ ഒരു അറേബ്യൻ ആ ഒരു പെനിൻസുലയിൽ ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. അത് ഏകദേശം 6 മാസം മുമ്പേ പറഞ്ഞത് പോണക്ക് തന്നെ ജൂൺ 1 തൊട്ട് നവംബർ 30 വരെയാണ് ഹരിക്കെയിൻ സീസൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്തവണത്തെ ഈ ഹരിക്കെയിന്റെ ഒരു പേര് ഹരിക്കെയിൻ ഹെലൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് കാറ്റഗറി 4, 140 മൈൽസ് പെർ അവർ എന്നുള്ളതാണ്. ഏതായാലും നാശനഷ്ടങ്ങൾ വളരെ കുറഞ്ഞുവെന്ന് പറയാൻ പറ്റും. കാരണം ഗവൺമെന്റിന്റെയും സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ പൗരന്മാരുടെയും പ്രിപ്പറേഷൻ കാരണമാണ് ഈ ഒരു മരണനിരക്ക് 45 കുറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ 100 കണക്കിന് ആൾക്കാർ മരിക്കേണ്ടതാണ്. യഥാർത്ഥ ഒരു പ്രിക്കോഷന് വേണ്ട വിധം മുൻകരുതലോടെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ. ഓർക്കണം, എപ്പോഴും ഇവിടെ ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ട്. ഹരിക്കെയിൻ വാർണിംഗ് സിസ്റ്റം വളരെയധികം എഫിഷ്യന്റ് ആണ്. ഇവിടെ കാറ്റ് വരുന്നതിന് മുമ്പ്, അല്ലെ തീരദേശത്ത് വരുന്നതിന് മുമ്പേ, ദിവസങ്ങൾക്ക് മുമ്പേ അതിന്റെ ഒരു പ്രൊഡിക്ഷൻ ഉണ്ടാവും. പലപ്പോഴും ഈ കാറ്റിന്റെ ദിശ ഈ ഒരു ഇൻലാൻഡിലേക്ക് വരുമ്പോൾ തന്നെ പലപ്പോഴും മാറി അല്ലെങ്കിൽ തിരിച്ച് കടലിലേക്ക് തന്നെ പോകുന്ന ഒരു പ്രതിഭാസവും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഏകദേശം 12 ഹരിക്കെയിനാണ് ഒരു സീസണിൽ ഒരു ആവറേജ് പറയുവാണെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. 1-2 ഒക്കെ ഇതുപോണക്ക് തന്നെ വളരെയധികം അപകടകാരിയായിട്ട് ഇൻലാൻഡ് ഏരിയയിലേക്ക് വരാം. ഇൻലാൻഡ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ജനാവാസ കേന്ദ്രങ്ങളിലേക്ക് ഈ കാറ്റിന്റെ ഡയറക്ഷൻ പോവുകയാണെങ്കിൽ ആ സമയത്താണ് കൂടുതൽ നാശനഷ്ടങ്ങളും മരണനിരക്കുകളും വരുന്നത്. ഇവിടെ അതോടൊപ്പം നല്ലൊരു ഗുഡ് ന്യൂസും ഉണ്ട്. ഏകദേശം ടെന്നസി ഹോസ്പിറ്റലിൽ ഏകദേശം ഫ്ലഡായി. ആ ഫ്ലഡായപ്പം റൂഫ് ടോപ്പിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളൊരു ഗുഡ് ന്യൂസും ഇതിനിടയ്ക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 54 പേരെയാണ് അങ്ങനെ റെസ്ക്യൂ ചെയ്തത്, ഇവിടെയുള്ള സായുധ സേന റെസ്ക്യൂ ചെയ്തത് എന്നുള്ള ഒരു ഗുഡ് ന്യൂസും ഈ ഒരു അവസരത്തിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫ്ലോറിഡ റീജിയന് അല്ലെങ്കിൽ ജോർജിയ റീജിയനുള്ള ചില എയർപോർട്ട് റീജിയനിൽ ഇപ്പോഴും ഷട്ട് ഡൗൺ ആണ്. ഞാൻ മുമ്പേ പറഞ്ഞു പോണെങ്കിൽ തന്നെ ഈ 2-3 സ്റ്റേറ്റുകളിൽ ഇപ്പോഴും എമർജൻസിയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളും മറ്റു
കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കാറ്റിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ് ഒരു ഹരിക്കെയിൻ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി ട്രോപ്പിക്കൽ സ്റ്റോമിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം 140 മൈൽസ് പെർ അവർ എന്നുള്ളതിനേക്കാളും അത് കുറഞ്ഞ് 120, 100, 80, 70 ഒരു 50-60 മൈൽ സ്പീഡിലാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പം ഈ ഒരു ട്രോപ്പിക്കൽ സ്റ്റോമിന്റെ സ്ഥിതി എന്ന് പറയുന്നത് മിസൂറിക്കും ഇല്ലനോയ്സിനും ഇടയ്ക്കുള്ള മിസൂറി, ഇല്ലനോയ്സ് അല്ലെ ഇന്ത്യാന, ആ ഒരു 3 സ്റ്റേറ്റിന്റെ ഒരു ബോർഡർ ലൈനിലാണ് ഇപ്പൊ ഈ സ്റ്റോം ഈ ട്രോപ്പിക്കൽ സ്റ്റോം ഇപ്പൊ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ഇനിയും ഇൻലാൻഡിലേക്ക് വരുമ്പോൾ നോർമലി ഇതിന്റെ ഇന്റൻസിറ്റി പിന്നെയും കുറഞ്ഞ് ഈ ട്രോപ്പിക്കൽ സ്റ്റോമിൽ നിന്ന് ജസ്റ്റ് ഒരു സ്റ്റോം ആയിട്ട് ഇത് ഡിസപ്പിയർ ചെയ്യും. അതാണ് ഈ ഒരു സ്റ്റോമിന്റെ ഒരു പാറ്റേൺ, അല്ലെ ഹരിക്കെയിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ മെഷീനറി വളരെയധികം ഇഫക്റ്റീവ് ആണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിക്കവറിയും റെസ്ക്യൂവും ഓപ്പറേഷൻസ് നടത്താനായിട്ട്. അത് നമ്മളെ ഇവിടെ നിന്നുള്ള ഒരു വ്യത്യാസമാണ്. നാട്ടിലെ ഒരു പ്രത്യേക സാഹചര്യം നോക്കിക്കഴിയുമ്പോഴത്തേക്കും നാട്ടിലൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളാണ് സർക്കാർ മെഷീനറിയെക്കാളും കൂടുതൽ ഉത്സാഹത്തോടു കൂടി അല്ലെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് വോളണ്ടിയർ ചെയ്ത് കൊണ്ടുവരാനുള്ളത്. എന്നാൽ ഇവിടുത്തെ സിസ്റ്റം തിരിച്ചാണ്. ഗവൺമെന്റ് മെഷീനറിയും അതോടൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഏത് സാഹചര്യവും വന്നാലും അതിനെ നേരിടാനായിട്ട് വളരെയധികം ഇക്വിപ്ഡ് ആണ്. റെസ്ക്യൂ സെന്റേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള സ്പെഷ്യൽ ഡോമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം ഗവൺമെന്റ് മണിക്കൂറുകൾക്ക് മുമ്പ്, ചിലപ്പോഴൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ വാണിംഗ് കൊടുക്കുകയും അത് എവറി മിനിറ്റ്സിൽ അല്ലെങ്കിൽ എവറി മണിക്കൂറിൽ അപ്ഡേറ്റ് ചെയ്യുകയും അതനുസരിച്ചിട്ട് ഇവിടെയുള്ള ജനങ്ങൾ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ഈ ഒരു എമർജൻസി സിസ്റ്റം വളരെയധികം എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് അമേരിക്ക എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ഹുരിക്കെയിൻ പോലുള്ള കാര്യങ്ങൾ നേരിടാനായിട്ട് ഫ്ലോറിഡയിലൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക ഫണ്ടും ഈ ഇതിലേക്ക് എപ്പോഴും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ സന്നദ്ധ സംഘടനകൾ, ചെറുതായിട്ടുള്ള മലയാളി സംഘടനകൾ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു റോളായിട്ടല്ല ഇത് വരുന്നത് എന്നുള്ളൊരു വ്യത്യാസവും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള പവർ മെഷീനറീസ് എല്ലാം ഈ ഒരു ജലനിരപ്പ് ഇപ്പൊ ഏകദേശം ഇൻലാൻഡുകളിൽ ചില അഫക്റ്റഡ് ആയിട്ടുള്ള ടൗൺഷിപ്പിലൊക്കെ ഏകദേശം 10-15 അടി, ചിലയിടത്തൊക്കെ 15 അടി, ചിലയിടത്ത് 10 അടി അല്ല 5 അടിയൊക്കെ വെള്ളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് നാച്ചുറലി ഒന്ന് റിസീഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള റീഡെവലപ്മെന്റിന്റെ ഒരു ചാൻസുകൾ വരുന്നുള്ളൂ, ഇലക്ട്രിസിറ്റി ഒക്കെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് സൈന്യം അത് വേണ്ട നടപടികൾ അതത് സമയത്ത് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിനകം അത് ആ ഒരു സ്റ്റേറ്റിലേക്ക് വരും. ഇപ്പോഴുള്ളത് റെസ്ക്യൂ മെഷീൻസ് ആണ്. ഈ റൂഫ് ടോപ്പിലും അല്ലെങ്കിൽ ഈ വീടുകളിലൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്യാന്നുള്ള പ്രൈമറി കാര്യത്തിലേക്കാണ് ഗവൺമെന്റ് സന്നദ്ധ സംഘടനകളും മറ്റു കാര്യങ്ങളും ഊന്നൽ കൊടുക്കുന്നത്. അതിനുശേഷം ആസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഈ ഇലക്ട്രിസിറ്റി മറ്റു കാര്യങ്ങളും വീണ്ടെടുക്കുന്നതിലും റോഡ് ബ്ലോക്ക് നീക്കുന്നതിലും മറ്റു കാര്യങ്ങളിലേക്ക് അത് നാളെയും മറ്റന്നാളുമായിട്ട് അതിന്റെ പ്രോസസ്സുകൾ ത്വരിതഗതിയിൽ നടക്കുകയും ഏകദേശം ഒരാഴ്ച കൊണ്ട് ഇതൊരു ബാക്ക് ടു നോർമൽ ആകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത്.